പത്തനംതിട്ടയിൽ കായിക താരത്തെ പീഡിപ്പിച്ച കേസിൽ 10 പേർ കസ്റ്റഡിയിൽ. കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകും. ഇന്നലെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പെൺകുട്ടി 62 പേരുടെ പേരുവിവരങ്ങൾ പറഞ്ഞതായി CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ്. വീടുമായി അടുപ്പമുള്ള ആളുകളാണ് ആദ്യം പീഡിപ്പിച്ചത്. 42 പേരുടെ ഫോൺ നമ്പറുകൾ പെൺകുട്ടി അച്ഛന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നതായും രാജീവ് പറഞ്ഞു. അപ്പോൾ അതിൽ ഏതാണ്ട് 62ഓളം പേരുടെ പേര്, ഉദ്ദേശപ്രായം, ഏതൊക്കെ സ്ഥലത്ത് വെച്ച് ഉണ്ടായ സംഭവങ്ങളുടെ ഒരു ചുരുക്കം ഒക്കെ ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് ലഭിച്ചു. പക്ഷെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനൊരു മാർഗ്ഗം അതിനകത്തില്ലായിരുന്നുകൊണ്ടാണ് ഞാൻ കുട്ടിയോട് നേരത്തെ ചോദിച്ചു വെച്ചിട്ട് അതിൻ്റെ അച്ഛൻ്റെ ഫോണാണ് ഉപയോഗിച്ചതെന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ഫോണുമായിട്ട് എത്താൻ അമ്മയോട് ആവശ്യപ്പെട്ട് അങ്ങനെ ആ ഫോണിൽ സേവ് ചെയ്തിരുന്ന ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് സൈക്കോളജിസ്റ്റിന് കൊടുത്ത അടിസ്ഥാനത്തിൽ ഒരു 40ഓളം പേരുടെ ഫോൺ നമ്പർ, പേരും ഫോൺ നമ്പറും അടക്കമുള്ള അഡീഷണൽ റിപ്പോർട്ടോട് കൂടി നമുക്ക് ലഭിക്കുകയും ആ 2 റിപ്പോർട്ടും ഇത്ര വ്യാപകമായിട്ടുള്ളൊരു വിഷയം പലയിടത്തായിട്ട് ജില്ലയുടെ പല ഭാഗത്തുണ്ടായത് എന്നുള്ള നിലയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു മോണിറ്ററിങ്ങിനായിട്ട് SP-ക്ക് തന്നെ കൊടുക്കുകയായിരുന്നു. എന്തായാലും കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുന്ന മുറയ്ക്കാണ് ഏതൊക്കെ പ്രദേശത്തേക്ക് ഇത് വ്യാപിക്കും എന്നുള്ള നിലയ്ക്ക് അറിയാൻ കഴിയുക. കാരണം ഇതെല്ലാം തമ്മിൽ ഉള്ള ബന്ധം കാരണമാണ് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് മറ്റു പലരിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ അത് അവർ തമ്മിലൊരു കണക്ഷനുണ്ട്. ഇപ്പോൾ ഒരു ITIയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ബാച്ചാണ് ഇതിൽ ഉൾപ്പെട്ട് വന്നിരിക്കുന്നത്. ഒരു 8-10ഓളം പേരുണ്ട്. ആ ഫോൺ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതിനകത്തെല്ലാം അവരുടെ പേരിനോട് ചേർത്ത് ITI ചേർത്താണ് സേവ് ചെയ്തിരിക്കുന്നത്. ശ്രീരാജുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീരാജ്, അതിവേഗ നടപടിയാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ 10 പേർ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. ഇവരെ ചോദ്യം ചെയ്തടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചോ? എത്ര കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അതാണ് ഏറ്റവും ഒടുവിലെ വിവരം നമുക്ക് ലഭിക്കുന്നത്. 10 പേർ കൂടി ഈ കേസിൽ കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് രാവിലെ CWC ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ നിരവധി പേർ, 62 പേരുടെ പേര് വിവരങ്ങളടക്കമുള്ള മൊഴിയാണ് ഇന്നലെ ഈ പെൺകുട്ടി CWCക്ക് മുന്നിൽ നൽകിയത്. അതിൽ ഒരു വലിയ എണ്ണം ITI വിദ്യാർത്ഥികളാണ് എന്നും അദ്ദേഹം പറയുന്നു. അതായത് ഈ പെൺകുട്ടി അച്ഛൻ്റെ ഫോണിൽ 40ഓളം പേരുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നടത്തിയ ആ ഫോൺ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായത് ITI എന്ന് ചേർത്തുകൊണ്ടാണ് ഈ ബഹുഭൂരിപക്ഷം പേരുകളും സേവ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ITIയിൽ പഠിക്കുന്ന, ജില്ലയിലെ ഏതോ ഒരു ITIയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിൽ കൂടുതൽ പേരുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തന്നെയാണ് ഇപ്പോൾ 10 പേരെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്നലെ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരാൾ നിലവിൽ ഒരു പോക്സോ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഒരാൾ കൂടി ആണ് ഇന്നലെ. അങ്ങനെ 6 പേരെയായിരുന്നു നിലവിൽ പോലീസ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അതിനു പിന്നാലെയാണ് ഇന്ന് 10 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ 10 പേരെയും ചോദ്യം ചെയ്ത് വരികയാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 2.5 വർഷക്കാലമായി നിരന്തരമായി ലൈംഗിക ചൂഷണത്തിന് ഈ പെൺകുട്ടി വിധേയയായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടി ഒരു കായിക താരമായിരുന്നു. ഈ സ്പോർട്സ് ക്യാമ്പിനിടയിൽ ഈ പെൺകുട്ടിയെ കായിക പരിശീലനം നടത്തുന്ന, ട്രെയിനിങ് നടത്തുന്ന അധ്യാപകർ ഉൾപ്പെടെ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ട്രെയിനിങ് നടത്തുന്ന പരിശീലകർ, അതുപോലെ തന്നെ മറ്റ് കായിക താരങ്ങൾ, മറ്റ് സഹപാഠികൾ, അയൽവാസികൾ തുടങ്ങിയവരുടെ പേരായിരുന്നു ഈ പെൺകുട്ടി മൊഴിയായി നൽകിയത്. എന്തായാലും വളരെ വേഗത്തിലുള്ള അന്വേഷണം ഇതിന്മേൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് 10 പേരെ കൂടി നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ 10 പേരുടെയും ഫോൺ നമ്പറുകൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോണിലേക്കായിരുന്നു ഇവർ വിളിച്ചിരുന്നത്. അത്തരത്തിലുള്ള അന്വേഷണവും ഇതിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. നിലവിൽ ഈ കുടുംബാംഗങ്ങൾ അറിയാതെയായിരുന്നു, അല്ലെങ്കിൽ വീട്ടുകാർ അറിയാതെയായിരുന്നു ഇത്രയും ആളുകൾ ഈ പെൺകുട്ടിയുമായി ബന്ധമുണ്ടാക്കിയിരുന്നത്, ഫോൺ മുഖേന ബന്ധമുണ്ടാക്കിയിരുന്നത്. പെൺകുട്ടിയുടെ
അച്ഛൻ്റെ ഫോണായിരുന്നു ഇതിനു വേണ്ടിയിട്ട് പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത്. 40ഓളം പേരുടെ നമ്പറുകൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ വിളിക്കുന്നതെല്ലാം തന്നെ പെൺകുട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കായിക താരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കായിക പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു. ആ ഫോൺ കോളുകൾ വഴിയാണ് പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. ജില്ലയിലെ തന്നെ പല പ്രദേശങ്ങളിലും പെൺകുട്ടിയെ കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും CWCയുടെ ചെയർമാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ തന്നെ അത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ജില്ലയുടെ പല പോലീസ് സ്റ്റേഷനുകളിലും, ജില്ലാ പരിധിയിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിലവിൽ അതിൻ്റെ ഭാഗമായി തന്നെയാണ് 10 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ആതിര, പത്തനംതിട്ട കായിക താരമായ പെൺകുട്ടിയെ 60-ലധികം ആളുകൾ ലൈംഗികമായി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 10 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതിവേഗ അന്വേഷണമാണ് ഈ വിവരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ്.